സുഹൃത്തുക്കളെ നമസ്കാരം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഞാൻ ചൈനയിലായിരുന്നു. ഈ കഴിഞ്ഞ ഒക്ടോബർ 17 ശ്രീലങ്കൻ എയർവേയ്സ് വഴി കൊളംബോ വഴി ഞാൻ ചൈനയിലെ കാൻഡൻ എന്ന വളരെ പ്രസിദ്ധമായ കാൻഡൻ ഫെയർ നടക്കുന്ന ചൈനയുടെ പട്ടണത്തിലെത്തുകയും ഈ നവംബർ 2 തിരിച്ചു പോരുകയും ചെയ്തു. അപ്പോൾ കാൻഡൻ ഫെയറിൻ്റെ വൈപുല്യത്തെക്കുറിച്ചിട്ട്, അതിൻ്റെ സാങ്കേതികതയെക്കുറിച്ചിട്ടൊക്കെ മറ്റ് പലരും വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ അതിൽ വലിയ പുതുമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റ് എത്രയോ വീഡിയോകൾ വഴി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് കിട്ടും. മാത്രമല്ല, ചൈനയിൽ നടക്കുന്ന അഭൂതപൂർവമായ ശാസ്ത്ര സാങ്കേതിക വികാസത്തെക്കുറിച്ചിട്ടും ജീവിത സൗകര്യങ്ങളെക്കുറിച്ചിട്ടും അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്ന് ലോകം മുഴുവൻ. അപ്പോൾ അതേക്കുറിച്ചിട്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് നമ്മളാരും പ്രത്യേകിച്ച് നേരിട്ട് നയിക്കാത്ത, നമ്മൾക്കെല്ലാം കുറേശ്ശെ അനുഭവപ്പെടുന്ന ഒരു അതിവിപുലമായ സാമൂഹ്യ സാംസ്കാരിക മാറ്റമുണ്ട്. ശാക്തി കച്ചേരിയിലും ഉപകരണങ്ങളുടെ രീതിയിലും ഒക്കെ ഈ കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഇന്നത്തെ ഈ ലോക സാഹചര്യത്തിൽ ചൈനയുടെ പങ്കെന്താണ്? നമുക്കൊക്കെ അറിയാം. ഒരു 15-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്യൻ ആധിപത്യം ലോകം കീഴടക്കാൻ എങ്ങനെയാണ് അവരെ കപ്പലുകളിൽ, താരതമ്യേന ചെറിയ കപ്പലുകളായിരുന്നു, ചൈനയെ അപേക്ഷിച്ച് ചെറിയ കപ്പലായിരുന്നു അവരുടെ കയ്യിലുണ്ട്, എങ്കിൽ പോലും അതിൽ ചൈനക്കാർ കണ്ടെത്തിയ വെടിമരുന്ന് ഉപയോഗിച്ചിട്ട് പീരങ്കി ഫിറ്റ് ചെയ്തിട്ട് അതുവഴി ലോകം മുഴുക്കെ കീഴടക്കാൻ എങ്ങനെ അവർക്ക് കഴിഞ്ഞു എന്നതിനെക്കുറിച്ചിട്ട് ചെറിയൊരു ധാരണ നമുക്കുണ്ടാവും. അതുവഴി അവർ ലോകത്തെ ഒന്നായിട്ട് കവർന്ന് ആ സമ്പത്ത് കൊണ്ട് ലോകത്ത് ഒന്നായിട്ട് അന്ന് വരെ ഉണ്ടായിരുന്ന മനുഷ്യ സാങ്കേതിക വിദ്യകളിൽ പലതും ഉപയോഗിച്ചിട്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അവർക്കുണ്ടായ സർവാധിപത്യം എന്ന് തന്നെ പറയാം, സർവാധിപത്യവും അവരുടെ അതേ സംസ്കാരവും അവരുടെ അതേ ജീവിത ശൈലികളും ലോകം മുഴുക്കെ വ്യാപിച്ചതും നമ്മൾ കണ്ടു. ഒരുതരം കോളനൈസേഷൻ. ആ കോളനൈസേഷൻ്റെ ഭാഗമായി ലോകം മുഴുക്കെ യൂറോപ്യൻ ആധിപത്യത്തിലാവുകയും അത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ 2-ാം ലോകമഹായുദ്ധത്തോടുകൂടി നേരിട്ടുള്ള ആ
ആധിപത്യം മെല്ലെ മെല്ലെ അവസാനിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് പിന്നീട് അത് ആ കാലങ്ങളെ കൊണ്ട് തന്നെ ലോകത്ത് എല്ലായിടത്തും ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. വസ്ത്രമായിക്കോട്ടെ, ശാസ്ത്ര സാങ്കേതിക അറിവുകളായിക്കോട്ടെ, ആയുധങ്ങളായിക്കോട്ടെ, എല്ലാം ഇതൊക്കെ തന്നെ ഒരു വലിയ പരിധിവരെ നിർമ്മിക്കുന്ന അതിൻ്റെ ഉത്ഭവസ്ഥാനങ്ങളൊക്കെ ഒരു വലിയ പരിധിവരെ യൂറോപ്യൻ രാജ്യങ്ങളായി. അത് രണ്ടാം ലോകമഹായുദ്ധം വരെ നിലനിന്നു. അതിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റലി എല്ലാവരും. പക്ഷേ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ആ നേതൃത്വം അമേരിക്ക ഏറ്റെടുത്തു. ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ്. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ അതിന് തന്നെ ഒരു ചെറിയ മാറ്റം വരുന്നതായി പ്രത്യേകിച്ച് 2015 കൂടി അമേരിക്കക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഈ ഉപകരണങ്ങളുടെ ആധിപത്യം, അതിൻ്റെ നിർമ്മാണവും വിതരണവും ഒരു വലിയ പരിധിവരെ ചൈന ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൈനയാണ് യഥാർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ ആധിപത്യം ചെലുത്തുന്ന ഉപകരണ നിർമ്മാതാക്കൾ. ഉപകരണങ്ങൾ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സയൻസ് അടക്കമുള്ള മാനസികമായ ഉപകരണങ്ങളും ഭൗതികമായ ഉപകരണങ്ങളും കൂടിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇനിയുള്ള ഇപ്പോൾ ചൈനയിൽ നടക്കുന്ന ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സോഷ്യലിസ്റ്റാണ്. മാത്രമല്ല ഈ ഭൂമി എല്ലാ മനുഷ്യർക്കും സുഖമായിട്ട് ജീവിക്കാൻ ഉള്ള എല്ലാം പ്രകൃതി ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും പ്രകൃതിയിലുണ്ടെന്നും അത് ന്യായമായ രീതിയിൽ നീതിപൂർവമായിട്ട് പങ്കുവെക്കുകയാണെങ്കിൽ എല്ലാവർക്കും സുഖമായിട്ട് സന്തോഷത്തോടു കൂടി ആനന്ദപൂർവം ജീവിതം ആഘോഷിക്കാമെന്നും വിചാരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞാനത് എൻ്റെ വ്യക്തമായ ധാരണ തുറന്നു പറയാനുള്ള കാരണം ഇന്ന് ചൈനയിൽ നടക്കുന്ന രീതികൾ എത്ര കണ്ട് അതിൽ പോസിറ്റീവായ വശങ്ങളും നെഗറ്റീവായ വശങ്ങളും ഉണ്ട് എന്നത് സൂചിപ്പിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ചൈനയിൽ ഇപ്പോൾ കാൻഡൻ ഫെയറിൽ കാണിക്കുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക വികാസവും ഒരു വലിയ പരിധിവരെ മനുഷ്യ സമൂഹത്തിനും ഇവിടെയുള്ള മറ്റ് ജീവജാലങ്ങൾക്കും പോസിറ്റീവാണ് എന്നതിന് പൂർണ്ണമായ തെളിവുകളും അനുഭവങ്ങളും ഇല്ല. പലപ്പോഴും അതൊക്കെ അപകടകരമാവാൻ സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് ലോകത്തെ നമ്മളെ അനുഭവങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ കണ്ടെത്തുന്ന എല്ലാ ഉപകരണങ്ങളും
ആദ്യത്തെ കാഴ്ചയിൽ നമ്മൾ പ്രകൃതിയെ കീഴടക്കി എന്ന് വിചാരിക്കാമെങ്കിൽ പോലും അതൊരു ടെമ്പററി വിജയം മാത്രമാണ്. അതിൽ പലപ്പോഴും പ്രകൃതി തിരിച്ചടിക്കും എന്നാണ് ഫ്രെഡറിക് ഏഞ്ചൽസ് 1852 തന്നെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുള്ളതാണ്. ഇന്ന് നമുക്കത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എങ്ങനെയാണ് ഓരോ ഉപകരണങ്ങളും സമൂഹത്തെ ബാധിക്കുന്നതെന്നും ആ സമൂഹത്തെയും ആ സമൂഹത്തിലെ പ്രകൃതിയെയും എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും മാത്രമല്ല ഈ ഉപകരണങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയ മനുഷ്യനടക്കം പ്രകൃതിയുടെ ഭാഗമാണെന്നും പ്രകൃതിയെ മറികടക്കാനോ പ്രകൃതിയെ തോൽപ്പിക്കാനോ പ്രകൃതിയെ ജയിക്കാനോ മനുഷ്യൻ ഒരിക്കലും സ്വപ്നം കാണുക പോലും വേണ്ടെന്നും നമ്മുടെ ഓരോ വിജയവും മനുഷ്യൻ്റെ ഓരോ വിജയവും പ്രകൃതി തിരിച്ചറിയുന്നുണ്ടെന്നും അത് അതാത് സമയത്ത് വേണ്ട രീതിയിൽ അപ്രതിരോധ്യമായ രീതിയിലും ഒരിക്കലും നനച്ചിരിക്കാൻ കഴിയാത്ത രീതിയിലും തിരിച്ചടിക്കും എന്നും വളരെ വ്യക്തമായിട്ട് ഏംഗൽസ് എഴുതി വച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സൂചനകൾ എൻ്റെ ഓർമ്മയിൽ മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയിൽ നിന്നും മറിഞ്ഞ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും വേറിട്ട പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ഒരു വസ്തുവല്ല. പിന്നെ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ സംഭവത്തിനും ഓരോ കാര്യങ്ങൾക്കും പ്രകൃതിയെ നാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന അല്ലെങ്കിൽ മാറ്റുന്ന ഓരോ സംഭവത്തിലും പ്രകൃതിയുടേതായ റിയാക്ഷൻ ചിലപ്പോൾ റിവഞ്ച് ആയിട്ട് തന്നെ ഉണ്ടാവാം. അത് പലപ്പോഴും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്ര വലിയ കോൺസിക്വൻസസ് ആവാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ കീടങ്ങളെ നശിപ്പിക്കാനായിട്ട് DDT ഉപയോഗിച്ചപ്പോൾ ഈ DDT എന്നത് ഒരിക്കലും കാണാത്ത, കൃഷി ഒരിക്കലും നടക്കാത്ത ആർട്ടിക്കിലുള്ള പെൻഗ്വിൻസിൻ്റെ വരെ ശരീരത്തിൽ അതെത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതായത് ഈ ഓരോ നമ്മുടെ വിജയവും പരാജയത്തിലേക്കും അതേപോലെ പുതിയ പുതിയ റിയാക്ഷനിലേക്കും അല്ലെങ്കിൽ ദുരന്തങ്ങളിലേക്കും നമ്മളെ എത്തിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾക്ക് ഒരു DDT കണ്ടെത്തിയാൽ ശരിയാണ്, DDT നമ്മളെ കെമിസ്ട്രിയിലെ വളരെ വലിയ ഒരു കണ്ടെത്തലാണ് എന്നത് ശരിയാണ്. പല ജീവികളെയും കൊല്ലാൻ അതിന് കഴിയും. അങ്ങനെ കൊല്ലാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് അങ്ങനെ ഇല്ലാതെ ഈ സമൂഹത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. അത് കഴിയാൻ എന്തു വേണം? ഒരാൾ മറ്റൊരാളെ ചൂഷണം ചെയ്യുക എന്നുള്ള ആ മോഡൽ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും സുഖമായിട്ട്
സ്വയം ആവശ്യത്തിനും മറ്റുള്ളവരെ സഹായിക്കാനും ആയിട്ട് നിൽക്കുക എന്ന പരിധിയിലേക്ക് മാറി. അതൊരിക്കലും ഈ പാശ്ചാത്യർക്ക് സാധ്യമല്ല. കാരണം പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളത് അവിടെ ഇല്ല. പ്രധാനപ്പെട്ട സൂര്യപ്രകാശമില്ല. ഈ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെ പച്ചിലകളില്ല. പച്ചിലകളും സൂര്യപ്രകാശവും തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ട ടെമ്പറേച്ചർ ഇല്ല. ഈ കൊല്ലം മുഴുവൻ ടെമ്പറേച്ചർ കിട്ടുന്ന ഒരവസ്ഥ അവിടെ ഇല്ല. ഊഷ്മാവുള്ള ഒരവസ്ഥയില്ല. ഇങ്ങനെ പലതും കൊണ്ട് തന്നെ അവിടെ അങ്ങനെയുള്ള ഒരവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റുള്ള ജീവികൾ, മറ്റുള്ള പ്രദേശങ്ങളിലുള്ള ജീവികളെയും സ്വത്തുക്കളും കവർന്നെടുത്ത് ജീവിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയാണ്. ഈ അനിവാര്യതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അവർ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് വളർന്നതാണ് അവിടെയുള്ള സയൻസും ടെക്നോളജിയും മറ്റെല്ലാം തന്നെ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പലപ്പോഴും ഇന്നും ലോകം നിലനിൽക്കുന്നത്. അതായത് യൂറോപ്യൻ കൊളോണിയലിസം അല്ലെങ്കിൽ പാശ്ചാത്യ അധിനിവേശം നിന്നെങ്കിൽ പോലും പാശ്ചാത്യ അധിനിവേശം കൊണ്ടുണ്ടായ മാനസികമായ സാംസ്കാരികമായ അധിനിവേശങ്ങളൊന്നും തന്നെ ഇപ്പോഴും മാറിയിട്ടില്ല. അതിൻ്റെ തുടർച്ചയാണ് പലപ്പോഴും ഇന്നും നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ചൂഷണത്തിനുള്ള രീതികളും ചൂഷണ പർവങ്ങളും നിലനിൽക്കുന്നുണ്ട്. ചികിത്സ, ആരോഗ്യ സംരക്ഷണം, കൃഷി, വ്യവസായങ്ങൾ മുതലായ എല്ലാ വകുപ്പുകളിലും ഈ ചൂഷണത്തിൻ്റെ പല രീതികൾ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്നർത്ഥം. ഇത് മനസ്സിലാക്കാതെ ഇത് പൂർണ്ണമായിട്ടും വേർതിരിച്ചെടുക്കാൻ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് സാധ്യമല്ല. കാരണം ഇന്നും പല രീതിയിൽ ആ സാമ്രാജ്യത്തിൻ്റെ ബാക്കി പത്രം നവസാമ്രാജ്യത്വമായി അല്ലെങ്കിൽ നിയോ കോളനിസമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് കൂടെ തകർന്നാലല്ലാതെ ഇത് പൂർണ്ണമായും പോവും എന്ന അഭിപ്രായം എനിക്ക്. എന്തായാലും ചൈനയിൽ കാണുന്ന ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മുന്നേറ്റങ്ങൾ പലതും എന്ന് തന്നെ പറയട്ടെ, പലതും എന്നല്ല, ഒരു 90% പഴയ പാശ്ചാത്യ അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ ചൂഷണത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്, അതിൻ്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നിന്ന് ചൂഷണം എന്നതിനെ പൂർണ്ണമായും ഒഴിവാക്കാൻ നമുക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്തായാലും പക്ഷേ പല മേഖലകളിലും അങ്ങനെ അല്ലാതാവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. പ്രത്യേകിച്ചും 20-ാം നൂറ്റാണ്ടോടുകൂടി ഉണ്ടായ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം, ക്വാണ്ടം സിദ്ധാന്തം,
മുതലായവയിലൂടെ ഈ സാധാരണ മനുഷ്യന് പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രപഞ്ചം മാത്രമല്ലെന്നും അതിനപ്പുറം ആ നിയമങ്ങൾ തന്നെ പാലിക്കാൻ പറ്റാത്ത പല ഭാഗങ്ങളെന്നും പ്രകൃതിയാണെന്നും പ്രകൃതിയെ നമുക്ക് മാറ്റിമറിക്കാം എന്നും പ്രകൃതിയെ നമുക്ക് കീഴടക്കാമെന്നുമുള്ള ആ വിചാരം അബദ്ധമാണെന്നും കൂടുതൽ തെളിഞ്ഞിട്ടുണ്ട്. പണ്ടത് ഫ്രെഡറിക് ഏംഗൽസ് പറഞ്ഞെങ്കിൽ പോലും അത് അതിൻ്റെ ചൂണ്ടുപലകയായിട്ടും കൂടുതൽ വ്യക്തമായിട്ടും പ്രകൃതി എന്നത് മനുഷ്യന് കീഴടക്കാൻ പറ്റാത്ത ഒന്നാണെന്നും നാം പ്രകൃതിയുടെ ഭാഗമാവുകയല്ലാതെ പ്രകൃതിയെ അങ്ങോട്ട് തോൽപ്പിക്കാൻ നിന്നാൽ ഒരു വലിയ പരിധിവരെ അത് സ്വയം നാശത്തിന് കാരണമാകും എന്ന ഒരു വിവേക ബുദ്ധി മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്നു. ആ അവസ്ഥയിൽ അങ്ങനെയുള്ള ഒരു ദർശനത്തിൽ എങ്ങനെ ഈ ചൈനയുടെ വികാസത്തെ കാണണമെന്നും ആ ചൈനയിലെ വികാസത്തിൽ ഈ ഇപ്പോൾ കാണിക്കുന്ന ഈ നശീകരണ തൃഷ്ണ അല്ലെങ്കിൽ ഈ പല പല വസ്തുക്കളും നിർമ്മിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവിടെ. അതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞ ഒരു സാത്തനിക് വേഷനാണ്. അതൊക്കെ ഈ പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ നേരിട്ട് നമുക്ക് ബോധ്യമാവില്ലെങ്കിൽ പിന്നീട് ബോധ്യമാകുന്നത്. അതിന് പുറമെ എന്തായാലും ചൈനയിൽ ഒന്ന് രണ്ട് കാര്യങ്ങളിലെങ്കിലും പോസിറ്റീവായിട്ടുള്ള തുടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ആശാവഹമാണ്. എന്തായാലും ചൈനക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവിടെ മാത്രമേ ഒരു സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന ഒരു ആധുനിക ആദർശനിഷ്ഠമായ ഒരു സമൂഹം ആണ് അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്ന ഒരു ഭരണകൂടം വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവിടെയുള്ള ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മുന്നേറ്റം അനാവശ്യമാണെന്നൊന്നല്ല പറയുന്നത്. അത് അത്യാവശ്യമാണ്. കാരണം അതില്ലെങ്കിൽ അവരെ ഒന്നായിട്ട് ഇല്ലാതാക്കി കളയും. ഇപ്പോൾ ഇന്ത്യയിലൊന്നായിട്ട് ഉണ്ടായിരുന്ന ബുദ്ധമതത്തിന് എന്താ പറ്റിയത്? പ്രതിരോധിക്ക് അഹിംസ എന്നൊക്കെ വിളമ്പിയിട്ട് അഹിംസ നേരെ മറിച്ച് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരവസ്ഥ ഇല്ലാതായതോടുകൂടി എത്ര പെട്ടെന്നാണ് ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങിയിരുന്ന. ഇപ്പോൾ ബോമിയാൻ വരെ, അതേപോലത്തെ ചൈന വരെ, ഈ അവിടെയൊക്കെ വ്യാപിച്ചിരുന്ന ഈ ബുദ്ധമതത്തിന് എങ്ങനെയാണ് അതില്ലാതായത്? അതുപോലുള്ള ഒരവസ്ഥ വരാതിരിക്കാൻ ശാസ്ത്ര സാങ്കേതിക രംഗത്തും എന്തിന് ഈ നശീകരണ രംഗത്തും മുന്നേറി അതിലും പ്രാഗൽഭ്യം തെളിയിച്ചാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഈ മനുഷ്യ സമൂഹത്തിന് നിലനിൽക്കാനാവുള്ളൂ. അല്ലെങ്കിൽ ഈ മുമ്പത്തെ പോലുണ്ടാകുന്ന ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ
അടക്കി ഭരിക്കുന്ന ആധിപത്യം പുലർത്തുന്ന നില